നമുക്കൊപ്പം ജെയ്സൺ ചമവളപ്പിൽ ചേരുന്നുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇന്ന് വളരെ പ്രസിദ്ധമായ ആനയൂട്ടാണ്. നിരവധി ആനകൾക്ക് ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന ദിനമാണ്. പഞ്ഞമാസമാണെങ്കിലും ഒരാനയും പിന്നീട് അതിനുശേഷം പട്ടിണി കിടന്നിട്ടില്ല ആനയൂട്ട് തുടങ്ങിയ കാലം മുതൽ എന്നുള്ളതാണ്. അപ്പോൾ ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. വടക്കുംനാഥൻ്റെ മുന്നിലാണ്. പതിവ് പോലെ നമ്മൾ ആനകൾക്കൊപ്പമാണ്. ഇന്ന് പഞ്ഞമാസം മനുഷ്യർക്കാണ്, പക്ഷേ കർക്കിടകം തുടങ്ങിയാൽ ആനകൾക്ക് ഈ ആനയൂട്ട് വളരെ വിശേഷമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അല്ലേ, എന്തൊരഴകാണ് കാണാൻ. കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നുവല്ലേ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കാലാവസ്ഥ വലിയ പ്രശ്നമൊന്നുമില്ല. രാവിലെ ചെറിയൊരു മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് തന്നെ പക്ഷെ അത് മാറി നിൽക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. സത്യത്തിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ മാസമല്ല, പഞ്ഞമാസമാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ കർക്കിടകം എന്ന ആനകൾക്കും വലിയൊരു ആഘോഷമാണ്. വ്യത്യസ്ത തരം ഭക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അതിന് മുന്നോടിയായിട്ടുണ്ട് മഹാഗണപതി ഹോമം. നമ്മുടെ ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യം വെച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും തുടക്കത്തിൽ. ഏത് സൽക്കർമ്മങ്ങൾക്ക്, ഏത് നല്ല കാര്യങ്ങൾക്കും ഒന്ന് ഗായത്രിയാണ്, സൂര്യനെ നമസ്കരിക്കുന്നു. രണ്ടാമത്തത് മഹാഗണപതി ഹോമമാണ്. വിഘ്നങ്ങൾ അകറ്റാൻ, വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മഹാഗണപതി ഹോമം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. നിരവധി ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും ആനയൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ മഹാഗണപതി ഹോമം എന്ന് പറയുന്നത്. രണ്ട് ആനകളുടെ സാന്നിധ്യത്തിലാണ് ഈ മഹാഗണപതി ഹോമം പൂർത്തിയാക്കുന്നത്. ഒന്ന് സാവിത്രിക്കുട്ടിയൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിജയ് കണ്ണനുമാണ്. രണ്ട് ആനകളെ നിർത്തിക്കൊണ്ട് ആനകളിലെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഗണപതി ഹോമമാണ് നടന്നത്. അതിനുശേഷം ഏകദേശം 60ഓളം ആനകൾ ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 12,000-ലധികം നാളികേരവും 2000 കിലോ അവിലും അതുപോലെ തന്നെ 2000 കിലോ ശർക്കര, അങ്ങനെ തുടങ്ങി നിരവധി വിഭവങ്ങൾ ആനകൾക്കായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ആനകൾ വന്നു തുടങ്ങുക ഒരു 7 മണി 8 മണിയോടുകൂടിയാണ് ആനകൾ ഓരോ ആനകളുമായി ഇങ്ങോട്ട് വരും. ഏകദേശം 9:30 ആനയൂട്ടിന് എല്ലാ ആനകളും അണിനിരക്കുക. ക്ഷേത്ര മേൽശാന്തി ആദ്യ ഉരുള ആനയ്ക്ക് നൽകുന്നതോടുകൂടിയാണ് ആനയൂട്ടിന് തുടക്കമാവുക. ആനയൂട്ടിൻ്റെ ചരിത്രമൊക്കെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളും പറയുന്ന പോലെ തന്നെ ഏഷ്യാഡിന് ആനയെ കൊണ്ടുപോകുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ടാണ് ആനയൂട്ട് തുടങ്ങുന്നത്. പിന്നീട് അത് ഈ ഒരു കർക്കിടകത്തിൻ്റെ ഭാഗമാകുന്നു, വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ്. പക്ഷേ ആനകളുടെ ക്ഷേമം എന്ന് പറയുന്നത് പ്രധാനമായും പ്രകൃതിയെ കൂടി നാം ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കല്പികമായ ഒന്നുകൂടിയാണ് ആനയൂട്ട്. അരുൺകുമാർ, ഏതായാലും 9:00 ആനയൂട്ടിന് തുടങ്ങും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആ സമയത്തേക്ക് മടങ്ങിയെത്താം. അപ്പോൾ ഗജവീരന്മാർക്ക് ആനയൂട്ടാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ. നാലമ്പല ദർശനമുണ്ട്. ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണം വായിച്ചു തുടങ്ങുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമമിത്രയും അല്പകാലസ്ഥിതമെന്നോർക്ക് നീ എന്നുള്ളതാണ്